ഹായ് ഓൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്തൊക്കെ കാര്യങ്ങളാണ് ബിഗ് ബോസ് ഹൗസിൽ ഒറ്റ ദിവസം കൊണ്ട് നടന്നത്. അനുമോൾ ജിസേലിൻ്റെ ലിപ്സിൽ തൊടുന്നു, തിരിച്ച് ജിസേൽ അനുമോളെ പിടിച്ച് തള്ളുന്നു, ഇതിനുശേഷം നെവിൻ ക്വിറ്റ് ചെയ്യുന്നു. ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് ആദില നൂറയൊക്കെ വൻ സംഭവമാണെന്ന് എല്ലാവരും പുറത്ത് പറയുന്നു. ഇതിൻ്റെയൊക്കെ പുറമെ അനുമോളുടെ കുറേ കാര്യങ്ങൾ, കൂടാതെ പണിപ്പുരയിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും ഇവർക്ക് കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒറ്റ ദിവസം കൊണ്ട് നടന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുമ്പ് ഒരു ചെറിയ കാര്യം, ഈ ചാനലിലെ വീഡിയോസൊക്കെ എല്ലാവരും കാണാറുണ്ട്, ഒരുപാട് സന്തോഷം. ഒപ്പം തന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ശ്രമിക്കണം കേട്ടോ. തലേദിവസം കൊടുത്ത ടാസ്ക് കണ്ടിന്യൂ എന്ന് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് ആരംഭിച്ചത്. രാത്രി നെവിൻ കൊടുത്ത ഫുഡൊക്കെ വലിച്ചു വാരി തിന്നിട്ട് അവനെയും ജിസേലിനെയും അവിടുത്തെ കുറച്ച് പെണ്ണുങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അടുത്തതായിട്ട് കാണിച്ചത്. ജിസേലിന്റെ ഹ്യൂമാനിറ്റി ഒക്കെ സെലക്ടഡ് ആയിട്ടുള്ള ആളുകളോട് മാത്രമേ ഉള്ളൂ എന്ന് അവർ പറഞ്ഞു. ഒരു വടി കിട്ടുമ്പോൾ എന്തായാലും അടിക്കണം എന്ന് പറഞ്ഞാണ് ആദിലിരിക്കുന്നത്. അത് ബിഗ് ബോസ് എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ നടന്നു. ജിസേലിനും നെവിനും ബർഗർ മതി, ഫുഡ് വേണ്ടെന്ന് പറഞ്ഞു. ബർഗറിന്റെ മുകളിൽ കയറി കിടക്കാൻ അനുമോള് പറയുന്നു. ജലസാണെന്ന് ജിസേൽ ചോദിക്കുന്നു. ബിഗ് ബോസ് പറഞ്ഞിട്ട് ലിപ്സ്റ്റിക്കും കൺമഷിയൊക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടെന്ന് അനുമോള് പറഞ്ഞു. കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് പെട്ടെന്ന് ജിസേലിന്റെ ചുണ്ടിൽ നിന്ന് ലിപ്സ്റ്റിക് തുടച്ചെടുക്കാൻ നോക്കുന്നു. റിഫ്ലക്സ് ആയിട്ടല്ല, ചെയ്ത് ഇഷ്ടപ്പെടാതെ ജിസേൽ അനുമോളെ പിടിച്ച് തള്ളുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ട്. തീരുമാനം എന്തായാലും ബിഗ് ബോസ് എടുത്തോട്ടെ. പക്ഷെ ഈ അനുമോൾക്ക് ഇത്ര വിവരമില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ആരുടെയെങ്കിലും മുഖത്ത് ഇങ്ങനെ തൊടുവോ? അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളായിരിക്കണം നമുക്ക് അങ്ങനെ സ്വാതന്ത്ര്യമുള്ളത് അല്ലെങ്കിൽ ഡൊമിനേഷൻ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് അങ്ങനെയൊന്നും അല്ലാത്തൊരു സ്പേസിൽ ഈ ഒരു ഗെയിമിൽ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത ഒരാളുടെ ദേഹത്തെ എങ്ങനെ തൊടാൻ സാധിക്കുന്നു? അത് കംപ്ലീറ്റ് റോങ് ആണ്. ജിസേലിന്റെ ആ ഒരു ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് അനുമോൾക്ക് കടക്കേണ്ട കാര്യമില്ല. അതിൽ ജിസേലും പ്രൊവോക്ഡായി തള്ളുകയും ചെയ്തു. അനുമോളെ സപ്പോർട്ട് ചെയ്ത ആദില, നൂറ, ശൈത്യൊക്കെ ഒരു സൈഡിൽ പരിപാടികൾ നടക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ പലരും ജിസേലിൻ്റെ അടുത്ത് അങ്ങനെ അനുമോൾ ചെയ്തെങ്കിൽ അത് പാടില്ലായിരുന്നു എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ നെവിൻ ഇടപെടുന്നു, അനുമോളുമായിട്ട് സംസാരിക്കുന്നു. അനുമോൾ ഡ്രാമയാണ്, കൊമ്പുണ്ടോ എന്നെല്ലാം ചോദിക്കുന്നു. ദേഹത്ത് തൊടാൻ പാടില്ല എന്നുള്ള കാര്യം അനുമോളുടെ അടുത്ത് പലരും വന്ന് പറയുന്നുണ്ട്. പക്ഷെ അനുമോൾ അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ ഒരു മനുഷ്യനോട് സാധിക്കില്ല. ഷാനവാസും അക്ബറും അപ്പാനും ഒക്കെ സംസാരിച്ച് നോക്കുന്നുണ്ട് അനുമോളോട്. ജിസേൽ ബിഗ് ബോസിനോട് ക്യാമറയിൽ പരാതി പറഞ്ഞു. ഇത് രണ്ടാം വട്ടമാണ് അനുമോൾ ദേഹത്ത് തൊടുന്നത്. അനുമോൾ പുറകെ നടന്ന് ഒരുമാതിരി ടോർച്ചറിങ് ആണെന്ന് ജിസേൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഇതെല്ലാം പറഞ്ഞ് ജിസേൽ പിന്നെ കരച്ചിലായി. ഇതിലൊരു കോമഡി ഉണ്ട്. ജിസേൽ ഒരു പ്രാവശ്യം കരഞ്ഞപ്പോൾ 24 മണിക്കൂറും കരഞ്ഞുകൊണ്ട് കിടക്കുന്ന അനുമോൾ പറയാ ജിസേലിന്റെ കരച്ചിൽ കള്ളക്കരച്ചിലാണ്. പുറകെ നടന്ന് അനുമോളുടെ കണ്ണീര് തുടച്ചുകൊണ്ടിരിക്കുന്ന ശൈത്യ പറയുന്നത് ജിസേൽ അവിടെ കരഞ്ഞു മെഴുകുവാണെന്ന്. ഈ ഒരു കരച്ചിൽ കള്ളക്കരച്ചിലായി കാണുമ്പോൾ അവരുടെ കരച്ചിലും അങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഇത് ഡ്രാമയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരാ ഡ്രാമ ചെയ്യുന്നവരായിരിക്കും. അനുമോളെ ബിഗ് ബോസ് കൂടുതൽ പാമ്പർ ചെയ്യുന്നുണ്ട്. അനുമോൾക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ ക്വിറ്റ് ചെയ്യുമെന്ന് ക്യാമറയിൽ പോയി നെവിൻ പറഞ്ഞു. ഈ ക്വിറ്റ് എന്ന കാര്യം നെവിൻ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ചു. ഇത്രയും തെണ്ടിത്തരം കാണിച്ചിട്ട് നീ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ എന്ന മൂഡിലായിരുന്നു നെവിൻ. ഈ ഒരു പോയിന്റ് മുതലാണ് ആദില നൂറയൊക്കെ നെവിന്റെ കാര്യത്തിൽ ഇടപെടാൻ തുടങ്ങിയത്. അനുവിനോട് നിനക്ക് പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലെങ്കിൽ അവൻ പോട്ടെ എന്ന് പറഞ്ഞു. ഇതിനിടയിൽ അനുമോൾ പോയില്ലെങ്കിൽ നെവിൻ പോകുമെന്ന് പറഞ്ഞില്ലേ എന്ന് നൂറ ഒന്നുകൂടെ ഉറപ്പിക്കുന്നുണ്ട്. വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം എന്ന് പറഞ്ഞ് ഉറപ്പിച്ചു. ജിസേലിനെ അനുമോളെയും ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു. ജിസേൽ ഡൗൺ ആയിരുന്നു. ജിസേലിന്റെ റൂൾ ബ്രേക്കിങ്ങിനെ പറ്റി ആ സമയത്ത് അനുമോൾ സംസാരിച്ചു. രണ്ടാമത്തെ പ്രാവശ്യമാണ് അനുമോൾ ഇത് ചെയ്യുന്നതെന്ന് ജിസേൽ വാദിച്ചു. ജിസേലിന്റെ ചുണ്ടത്തോടാനുള്ള റൈറ്റ്സ് അനുമോൾക്കില്ലെന്ന് ജിസേൽ പറഞ്ഞു. രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. ബോർഡ് ആലോചിച്ച് തീരുമാനിച്ച് ഇതിന് വേണ്ട നടപടികൾ എടുക്കുമെന്ന് ബിഗ് ബോസ് പറഞ്ഞു. അനുമോൾ സോറി പറയാൻ നോക്കി. ശരിക്കും ചെയ്തതിൽ വിഷമം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ വെച്ച് തന്നെ സോറി പറഞ്ഞാൽ ഇപ്പൊ ബിഗ് ബോസിന്റെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലും കാണിക്കുന്ന ഡ്രാമയാണെന്ന് ജിസേൽ പറഞ്ഞു. ടാസ്ക് ചെയ്തപ്പോൾ കൈയും കാലം മുറിഞ്ഞപ്പോഴൊന്നും കരഞ്ഞില്ലോ എന്ന് അനുമോൾ ചോദിച്ചു. ഗെയിമിൽ കളിച്ച് കൈമുറിയുന്നതും മറ്റൊരാളുടെ ദേഹത്ത് പെർമിഷൻ ഇല്ലാതെ ടച്ച് ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസ് അനുമോളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിനുശേഷം അല്പം മുമ്പ് ഇവിടെ നടന്ന വഴക്കും ഇവിടെ നിന്ന് പുറത്തു പോകണമെന്ന് നെവിൻ പറഞ്ഞതും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ബിഗ് ബോസ് ചോദിച്ചു. പല പ്രാവശ്യം ഇങ്ങനെ ക്വിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ബിഗ് ബോസിനെ വെല്ലുവിളിച്ചത് അത് നെവിന്റെ ഭാഗത്തു നിന്നുള്ള റോങ് ആയിട്ടുള്ള ഒരു പരിപാടിയായി പോയി. നെവിൻ ക്യാമറയിൽ വന്ന് പറഞ്ഞ എന്താണെന്ന് ഒന്നുകൂടെ ബിഗ് ബോസ് ചോദിച്ചു. അനുമോൾക്ക് പണിഷ്മെന്റ് കിട്ടിയില്ലെങ്കിൽ ക്വിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം നെവിൻ പറഞ്ഞു. അതിൽ ഉറച്ചു നിൽക്കുവാണെന്ന് ബിഗ് ബോസ് ചോദിച്ചു. നെവിൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അതാണ് തീരുമാനമെങ്കിൽ പുറത്തോട്ടുള്ള വാതിൽ തുറന്നു നൽകുന്നതാണെന്ന് ബിഗ് ബോസ് പറഞ്ഞു. അത് പറഞ്ഞത് നൂറയൊക്കെ കയറി അങ്ങ് മേഞ്ഞു. നട്ടലുണ്ടെങ്കിൽ പോ, ആണാണെങ്കിൽ പോ. നെവിനും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഓക്കെ ബിഗ് ബോസ് ഞാൻ ക്വിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. നൂറയൊക്കെ ആണാണെങ്കിൽ പോടാ, നട്ടലുണ്ടെങ്കിൽ പോടാ, വാക്കിന് വിലയുണ്ടെങ്കിൽ പോടാ എന്നൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരുന്നു. നെവിനും വിട്ടുകൊടുത്തില്ല, പോകും എന്ന് തന്നെ പറഞ്ഞു. പോകുന്നതിന് മുമ്പ് നെവിൻ പറഞ്ഞു ആദില നൂറയൊക്കെ ഒരു കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്ത് വന്നിട്ട് ഇതുവരെ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ നെവിൻ വീടിന് പുറത്തിറങ്ങി. ഓടി പ്രധാന വാതിലിന്റെ അടുത്തേക്ക് എത്തി അതിലൂടെ പുറത്തേക്ക് പോയി. അപ്പാനി, ജിസേൽ, അഭിലാഷ് ഇവരൊക്കെ ഇതിനെ വിഷമത്തോട് തന്നെയാണ് കണ്ടത്. നെവിൻ പോകുന്നതുകൊണ്ട് അനുമോൾ പേടിച്ചൊരു മൂലയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അനുമോൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് വരുമോ എന്നുള്ള ചിന്ത മാത്രമായിരുന്നു അനുമോൾക്കുണ്ടായിരുന്നത്. ഇതിനുശേഷം യൂട്യൂബിൽ ഇന്നലെ പൂമ്പാറ്റകളെ പൊക്കി അടിച്ചുകൊണ്ടുള്ള വീഡിയോസ് മാത്രമാണ് കണ്ടത്. അത്രയ്ക്ക് പൊക്കാനും മാത്രമുള്ള കാര്യമാണ് ഇവർ ചെയ്തത്. പ്രേക്ഷകരൊക്കെ ഈ ഒറ്റ ഇൻസിഡന്റ് കൊണ്ട് മറിയുന്ന ആളുകളാണോ? ആദില നൂറയൊക്കെ അവർക്ക് വീണ് കിട്ടിയ
ഒരു അവസരം മുതലാക്കി അവരുടെ ഒരു പേഴ്സണൽ റിവെഞ്ച് അങ്ങ് തീർത്തു. അതിൽ കവിഞ്ഞ് അവരവിടെ ഒരു ഗെയിം പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തതൊന്നും അല്ല ഇത്. പക്ഷെ വന്ന് വീണ അവസരം അവർക്ക് വേണ്ടി ഉപയോഗിച്ചു. അതിനുള്ള ബുദ്ധി അവർ കാണിച്ചു. ഇവരെന്തെങ്കിലും ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ പൊക്കി അടിക്കാൻ നിൽക്കും ആളുകൾ. എന്ത് തറ ഗെയിമാണ് ഇവർ കളിച്ചതെന്നൊന്ന് ഓർത്ത് നോക്കി. ആണാണെങ്കിൽ ഇറങ്ങിപ്പോ, നട്ടലുണ്ടെങ്കിൽ ഇറങ്ങിപ്പോ, ഇങ്ങനെയുള്ള വെല്ലുവിളികളാണ്. ഇത് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ജെൻഡർ കാർഡ് ഇറക്കുന്ന പെണ്ണുങ്ങളുടെ പോർവിളിയായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. ബിഗ് ബോസ് പോലുള്ള സ്പേസിൽ യാതൊരു കഴിവുമില്ലാത്ത രണ്ട് പെണ്ണുങ്ങളുടെ ലെവലിൽ കളിക്കുന്നവരായിട്ട് മാത്രമേ ഇവരെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇവർ ലെസ്ബിയൻസ് അല്ലേ? ആളുകളുടെ ജെൻഡർ ഐഡന്റിറ്റി ചോദ്യം ചെയ്യുന്നത് അത് ഏത് രീതിയിലായാലും, ഗെയിമിലായാലും പുറത്തായാലും ശുദ്ധ പോക്രിത്തരാണ്. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തു വന്ന ഇവര് ജെൻഡർ ഐഡന്റിറ്റി ചോദ്യം ചെയ്തുകൊണ്ട് ഒരാളെ പുറത്താക്കുന്നത് അത്ര വലിയ ആഘോഷിക്കേണ്ട കാര്യമൊന്നുമല്ല. ഭയങ്കര ചീപ്പ് ഗെയിമല്ലേ ഇവർ കളിക്കുന്നത്. ഇവർ ജെൻഡർ മൈനോറിറ്റിയെ റെപ്രസെന്റ് ചെയ്ത് വന്നിട്ട് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് സഹിച്ച് ബുദ്ധിമുട്ടിയൊക്കെ വന്നതിന്റെ സാഡ് സ്റ്റോറീസ് ഒക്കെ പറയുമ്പോൾ ഇവർക്കൊരു സോഷ്യൽ മെസ്സേജ് കൊടുക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. കാരണം ഇവർ ഈ ഷോയിൽ വന്നിട്ടുള്ളത് ഇവരുടെ ഐഡന്റിറ്റിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ്. ഒന്ന് ഓർത്ത് നോക്കി, ഇവരുടെ ഈ ഒരു ഐഡന്റിറ്റി കാരണമാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയി മാറിയത് തന്നെ. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു മേഖലയിലൂടെ വന്നവരാണ് ഇവർ, അല്ലല്ലോ. സോ ഇവർ ഈ കളിച്ച ഗെയിം നമ്മളെപ്പോലുള്ളവർ മനസ്സിലാക്കിയാൽ ഇതൊരു ചീപ്പ് ഗെയിമാണെന്നും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ലെന്നും വ്യക്തമായിട്ട് മനസ്സിലാവും. എനിവേ, ഹൗസിലെ കാര്യങ്ങളിലേക്ക് മടങ്ങി വന്നാൽ നെവിൻ പോയതിനു ശേഷം ആദില തുള്ളിച്ചാടി വരുന്നു. നെവിൻ പോയതുകൊണ്ട് നെഗറ്റീവ് ആകുമെന്ന് അനുമോള് പേടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. നീ കാരണമല്ല, നെവിൻ പോയത് ആദില നൂറ കാരണമാണെന്നുള്ള മാസ് ഡയലോഗ് പറയുന്നു. ഹോ ഭാഗ്യം, രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്ന അനുമോള്. പിന്നെ കുറച്ചു നേരം കൂടെ നൂറയും ആദിലയും അവിടെ തകർക്കുന്നുണ്ടായിരുന്നു. രണ്ട് മുഖം അവനുണ്ടായിരുന്നു എന്ന് നൂറ പറയുന്നു. ആർക്കാണ് ഇവിടെ രണ്ട് മുഖം ഇല്ലാത്തതെന്ന് അക്ബർ ചോദിക്കുന്നു. ഇതിനിടെ അനുമോളെ കാണാത്തപ്പോൾ നടി എവിടെയെന്ന് അപ്പാനി അക്ബറും ഒക്കെ തിരക്കുന്നു. അവിടെയുള്ള 3-4 പേരൊഴികെ ബാക്കി എല്ലാവരും ചേർന്ന് നെവിനെ തിരിച്ചു കൊണ്ടുവരണം, അവനൊരു ചാൻസ് കൂടെ കൊടുക്കണം എന്നെല്ലാം ക്യാമറയുടെ മുന്നിൽ പോയി ബിഗ് ബോസിനോട് പറഞ്ഞു. ഷാനവാസ് ആണെങ്കിൽ എപ്പോഴത്തെയും പോലെ രണ്ട് സൈഡിലും ചാടി നടക്കുന്നുണ്ട്. ഈ ഒരു സംഭവത്തിന് ശേഷം അവിടെയുള്ള ഒരു ആൺതരി പോലും മര്യാദയ്ക്ക് നൂറയുടെ ആദിലയുടെ അടുത്തേക്ക് അടുക്കുന്നില്ല. പിന്നെ റെന കുറച്ചുകൂടെ ഫുഡ് ചോദിക്കുമ്പോൾ അത് കൊടുക്കാതിരിക്കുന്ന അനുമോളെ കാണിച്ചു. കൊടുക്കാത്തതിന്റെ റീസൺ കഴിഞ്ഞ ദിവസം ഫുഡ് കൊള്ളില്ലെന്ന് റെന പറഞ്ഞു അത്രേ. റെനയ്ക്ക് കുറച്ചുകൂടെ ഫുഡ് കൊടുക്കാൻ അവിടെയുള്ളവർ പറഞ്ഞിട്ട് പോലും അനുമോൾ അത് ചെയ്യുന്നില്ല. ടാസ്കിനെ ടാസ്കായി കാണണം എന്ന് പറഞ്ഞ് റെന എടുത്ത ഫുഡ് തിരിച്ച് പാത്രത്തിലേക്ക് ഇടുന്നു. എന്നിട്ട് വേറെ ഏതോ റൈസാണ് കഴിക്കാനെടുത്തത്. പിന്നെ ട്രഡീഷണൽ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്പോൺസർ ടാസ്ക് ആയിരുന്നു. അതിനുശേഷം അൺലിമിറ്റഡ് പണിപ്പുര പ്രവേശനമായിരുന്നു. നോ ടൈം ലിമിറ്റ്, നോ പോയിന്റ് ലിമിറ്റ്. ആര്യൻ അതിൻ്റെ ഇടയിൽ റിവേഴ്സ് സൈക്കോളജി എന്നൊക്കെ പറയുന്നതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ജിസേലിനൊഴികെ ബാക്കി എല്ലാവർക്കും അവരുടെ മുഴുവൻ ഡ്രസ്സുകളും വസ്തുക്കളും കിട്ടി. ഏതായാലും നാളെ മുതൽ അവരെല്ലാവരും വൃത്തിയോടെ കാണാൻ പറ്റും. ഇതിനുശേഷം അനുമോളുടെ ഗംഭീര പ്രാക്കായിരുന്നു. വെറും പ്രാക്കല്ല, പ്രാക്കിന്റെ മഹാമഹമായിരുന്നു. മെയിനായിട്ട് അക്ബറിനോടാണ് പറഞ്ഞത്, നീ ഒരാണാണോ? ആണുങ്ങളെ പറയിപ്പിക്കാൻ വേണ്ടി ഉണ്ടായ ജന്മമാണ് നീ. വാപ്പായ്ക്കും ഉമ്മായിക്കും പറയിപ്പിക്കാൻ വേണ്ടി ഉണ്ടായ ജന്മമാണ് നീ. പാട്ടുകാരന്മാർക്കൊരു ശാപമാണ് നീ. പറയിപ്പിക്കാൻ വേണ്ടി ഉണ്ടായ ജന്മം. അലവലാതി. നീ നോക്കിക്കോ, ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ നീ അനുഭവിക്കും. എല്ലാവരും അനുഭവിക്കും. ഞാൻ തരില്ല, ദൈവം തരും. ദൈവത്തെ അത്രയ്ക്ക് വിശ്വസിക്കുന്ന ഞാൻ പറയുവാണ്, നിനക്കൊക്കെ ദൈവം തരും. നീ എഴുതി വെച്ചോ, ഇപ്പൊ ഈ ചിരിക്കുന്ന നിനക്കൊക്കെ ദൈവം തരും. നോക്കിക്കോ, തന്നിരിക്കും, ദൈവം തരും. എന്റെ കണ്ണീരുണ്ടാവും, ഞാൻ ശപിച്ചാണ് പറയുന്നത്. ഇങ്ങനെ ഗംഭീര ശാപങ്ങളാണ് അനുമോള് അവർക്ക് മേൽ ചൊരിഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അനുമോളുടെ കിറ്റ് കാണാനില്ലെന്ന് പറഞ്ഞ് അന്വേഷിച്ച് നടക്കുമായിരുന്നു. അനുമോളുടെ കിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ബാക്കിയുള്ളവരോട് ചോദിക്കാൻ വേണ്ടി ഷാനവാസിന്റെ അഭിലാഷിന്റെ ഒക്കെ അടുത്തെത്തി. നിന്റെ കിറ്റിലെ കാണാതെ പോയത്, നീ പോയി അന്വേഷിക്കാൻ പറഞ്ഞു. വരില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ അനുമോൾ അവരെ പോങ്ങൻ വിളിച്ചു. ഒരുത്തിനും സ്ട്രോങ് അല്ലെന്ന് പറഞ്ഞു. റൂമിൽ ചെന്ന് ക്യാപ്റ്റനെയൊക്കെ വിളിച്ചെഴുന്നേപ്പിച്ച് കിറ്റ് നോക്കാൻ ശ്രമിച്ചു. രാത്രി എന്നാ പട്ടിഷോയാണെന്ന് അക്ബർ ചോദിച്ചു. നീ പോടെ പട്ടിന്ന് അനുമോള് പറഞ്ഞു. ഇതെല്ലാം നടക്കുന്നത് 2-2:30 ഓർക്കണം. അതിനുശേഷം ക്യാപ്റ്റൻ പോയി അനുമോളെയും കൂട്ടി ബിഗ് ബോസിന്റെ അടുത്ത് പോയി പരാതിയൊക്കെ പറയുന്നത് കാണിച്ചു. ഇത് ലൈവിലാണ് ഉണ്ടായിരുന്നത്. ഇത്രയൊക്കെയാണ് മൊത്തത്തിലുണ്ടായ വിശേഷങ്ങൾ. വീണ്ടും കാണാം. താങ്ക്